നമസ്കാരം. കണ്ണടച്ചിരുട്ടാക്കല്ലേ മേയർ. മുൻപ് ഇടതുപക്ഷം തിരുവനന്തപുരം നഗരസഭ ഭരിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു ന്യായം? എന്നിട്ട് മേയർ കസേരയിൽ കയറിയിരുന്നു കൊണ്ട് നട്ടുച്ചയ്ക്ക് ഇത് രാത്രിയാണെന്ന് ഉറക്കെ പറഞ്ഞാൽ അത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ UP അല്ല കേരളം എന്ന് ഓർക്കണം. രാഷ്ട്രീയം ജനങ്ങളെ നയിക്കാനുള്ള ഉപാധിയാണ്. എന്നാൽ ചിലപ്പോൾ രാഷ്ട്രീയം നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കവചമായി മാറുന്ന കാഴ്ചകളും നാം കാണാറുണ്ട്. ജനപ്രതിനിധിത്വം ഒരു ബഹുമതിയാണ്. അത് നിയമത്തിന് മുകളിലുള്ള ഒരു സംരക്ഷണ കവചമല്ല. ഇന്ന് തിരുവനന്തപുരം ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. ഒരു സാധാരണ പൗരന് ബാധകമായ നിയമം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ബാധകമല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന്റെ അറസ്റ്റ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാപ്പ നിയമപ്രകാരം നടപടി നേരിടുന്ന ഒരു ജനപ്രതിനിധിയെ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വം മുന്നോട്ട് വരുമ്പോൾ പൊതുസമൂഹം ഉന്നയിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്. ആരോപണങ്ങൾ നിയമത്തിന്റെ മുന്നിൽ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? കോടതി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടതല്ലേ? കൗൺസിലർ R സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണെന്ന വിവരം പോലീസ് അറിയിച്ചില്ല എന്ന തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ വാദം അവിശ്വസനീയമായി തുടരുകയാണ്. 2023-ലും 2025-ലും കാപ്പ പ്രകാരം സുഗതനെതിരെ കുറ്റം ചുമത്തിയിരുന്നു. മൂന്നാം തവണയും കാപ്പ ചുമത്തി ഉത്തരവിറങ്ങിയത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് തൊട്ടു തലേന്നാണ്. കാപ്പ അടക്കം 7 കേസുകളിൽ പ്രതിയായിരിക്കുമ്പോഴാണ് വാഴാട്ടുകോണത്ത് സുഗതനെ BJP തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണെന്ന വിവരം പോലീസ് അറിയിച്ചില്ല എന്ന മേയർ VV രാജേഷിന്റെ വാദം തെളിയിക്കുന്ന പോലീസ് രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. R സുഗതനെതിരെ ആദ്യം കാപ്പ ചുമത്തുന്നത് 2023-ലാണ്. കാപ്പ നിയമപ്രകാരം കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഒന്നെങ്കിൽ തടവിലാക്കുകയോ അല്ലെങ്കിൽ നാടുകടത്തുകയോ 6 മാസം സ്റ്റേഷനിൽ വന്ന് ഒപ്പിടുകയോ വേണം. 2023-ൽ ആദ്യ കാപ്പ കേസിൽ അങ്ങനെ 6 മാസം സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടു. പിന്നീട് 2025-ലും കാപ്പ ചുമത്തി. 4 മാസം ഒപ്പിട്ടപ്പോഴേക്കും ബാക്കിയുള്ള 2 മാസം ഇളവ് ചെയ്തു. ഇതിനെല്ലാം ഇടയിലാണ് 2019 മുതൽ 2026 വരെ 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 7 ക്രിമിനൽ കേസുകളിൽ സുഗതൻ പ്രതിയായത്. കേസുകളുടെ ചുരുക്കം ഇങ്ങനെയാണ്. 2019 ഓഗസ്റ്റ് 25 കല്ലുകൊണ്ട് ഒരാളെ തലയ്ക്കടിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം. 2023 ജൂലൈ 20 വീട്ടിൽ അതിക്രമിച്ചു കയറി വാഹനങ്ങളും വീടും ആക്രമിച്ചു തകർക്കൽ. 2023 ജൂലൈ 17 ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിക്കൽ. 2025 മാർച്ച് 14 ബിസിനസ് തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം. 2025 ജൂലൈ 25 സെക്യൂരിറ്റി ജീവനക്കാരനെ പണം നൽകാത്തതിന് ഒരു ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്. 2026 ഫെബ്രുവരി 2 അന്ന് MLA ആയിരുന്ന VK പ്രശാന്തിന്റെ പരാതിയിൽ ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തി എന്ന കേസ്. ഈ കേസുകളെല്ലാം നിലനിൽക്കുകയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുഗതനെ BJP വാഴാട്ടുകോണത്ത് BJP സ്ഥാനാർത്ഥിയാക്കിയത്. കൗൺസിലറായി ജയിക്കുകയും ചെയ്തു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴത്തെ അറസ്റ്റിന് കാരണമായ വധശ്രമ കേസെത്തി. വെള്ളക്കാട് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഗാനമേളയ്ക്കിടെ പുതിയ പാട്ടുപാടാൻ ആവശ്യപ്പെട്ട് 2 പേർ വേദിക്കരികിലെത്തി ബഹളം വെച്ചു. അല്പം കഴിഞ്ഞ് സ്ഥലത്തെത്തിയ സുഗതൻ പരിപാടി അലങ്കോലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ആളുമാറി യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് മർദ്ദിച്ചു. കേസെടുത്തതിന് പിന്നാലെ സുഗതൻ ആദ്യം സെഷൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളി. കഴിഞ്ഞ 7 പോലീസിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് തയ്യാറാകാതെ സുഗതൻ ഒളിവിൽ പോവുകയായിരുന്നു. തൊട്ടു പിന്നാലെ പോലീസ് സുഗതനെതിരെ 3ാമതും കാപ്പ ചുമത്താൻ ജില്ലാ കളക്ടർ ശുപാർശ നൽകി. ഇതിൽ നടപടികൾ പൂർത്തിയായി കരുതൽ തടങ്കലിൽ വെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. ഇതറിയാതെയാണ് പിറ്റേന്ന് സുഗതൻ ഒളിവിൽ നിന്ന് വീട്ടിലെത്തിയത്. അപ്പോഴാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീട് വളയുന്നതും പോലീസിനെ ആക്രമിക്കുന്നതിനിടെ CI ആകാശത്തേക്ക് നിറയൊഴിക്കുന്നതും. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ആ സംരക്ഷണം നിയമ നടപടികളെ ചോദ്യം ചെയ്യുന്നതിനും അന്വേഷണങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുമുള്ള ഉപാധിയായി മാറുമ്പോൾ അത് ജനാധിപത്യത്തിന് തന്നെ തിരിച്ചടിയാണ്. നിയമം നടപ്പാക്കാനെത്തിയ പോലീസിനെതിരെ സംഘർഷാവസ്ഥ രൂപപ്പെടുകയും മുന്നറിയിപ്പ് വെടിവയ്പ് വരെ നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഗുരുതരമായ സംഭവമാണ്. രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ശക്തി ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നതിലല്ല, നിയമത്തിന്റെ മുന്നിൽ സത്യം തെളിയാൻ അവസരം നൽകുന്നതിലാണ്. ഒരു വശത്ത് അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ദേശീയ തലത്തിൽ ശക്തമായ നിലപാടുകൾ പറയുകയും മറുവശത്ത് സ്വന്തം നേതാക്കൾ വിവാദങ്ങളിൽ പെടുമ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കില്ല. എന്തായാലും രാജ്യം ഭരിക്കുന്ന പാർട്ടിയോട് തലസ്ഥാനം ഭരിക്കുന്ന മേയറോട് ഒന്നേ പറയാനുള്ളൂ. ഇന്നലെ നഗരത്തിൽ ഒരു കാപ്പ കേസ് പ്രതിക്ക് വേണ്ടി വഴിതടഞ്ഞു നടത്തിയ പ്രഹസനം ഒരൽപ്പം കടന്ന ഉളുപ്പില്ലായ്മയായി പോയി.